ഹലോ ഗൈസ്, പുതിയ വീഡിയോസ് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് S20Fനെ കുറിച്ചായിട്ട്. ഈ ഒരു വീഡിയോ S20F നമ്മൾ S20 അൾട്രനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. S20 അൾട്രനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ S20Fനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോളി, അടിപൊളിയാണ്. S20 അൾട്രേനെ കാട്ടി അടിപൊളിയായി എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കും. ഗൈസ്, ഇതിൻ്റെ S20Fൻ്റെ ലുക്ക് ഉണ്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്? അത്യാവശ്യം കുഴപ്പം കാര്യമൊന്നുമില്ല. ബാക്ക് അടിഭാഗത്താണ് നമുക്ക് സ്പീക്കറൊക്കെ വരുന്നത്. പിന്നെ മേലെ ആയിട്ട് നമുക്ക് സിം ഇടാനുള്ള ഭാഗമൊക്കെ മേലായിട്ടുണ്ട് വരുന്നത്. 2021 മോഡലായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. 2021 ആയാലും അടിപൊളി തന്നെയാണ്. മേലെ സിം ഇടുന്ന ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ S20 അൾട്രൻ്റെ കുറച്ചും കൂടി ക്യാമറയുടെ ഭാഗത്തൊക്കെ നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡിസ്പ്ലേൻ്റെ കാര്യത്തിലായാലും ഒക്കെ സെയിം കാര്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. S21ൻ്റെ ഇപ്പോൾ ചാർജറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് S20ൻ്റെ ഇപ്പോൾ ചാർജറിനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഫോട്ടോത്തിലൊക്കെ കാണുന്നുണ്ട്. S20 ഉണ്ട്, S20 പ്ലസ് ഉണ്ട്, S20 അൾട്ര ഉണ്ട് കേട്ടോ. ഇത് 3 വേരിയൻ്റാണ് ഉള്ളത്. ഡിസ്പ്ലേൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം പക്ക ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുക. S21ൻ്റെ ആ ലെവലൊന്നും ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി തന്നെയാണ് ഇതിന് കിട്ടുന്നത്. എല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ. ഇതിനെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് S20 അൾട്രനെ കുറിച്ച് S20Fയും വെച്ചുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെയിമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ്. ഗൊറില്ല ഗ്ലാസ് ഒക്കെയാണ് വരുന്നത്. ഫിൻ്റെ പറയണേ ഗൊറില്ല ഗ്ലാസ് 3ഉം പിന്നെ അൾട്രൻ്റെ പറയണേ 6 ആണ് കേട്ടോ. എന്താ വെച്ചാൽ മനസ്സിലായിട്ടില്ല. അതിനെ കുറിച്ച് വല്ലാതെ പുറത്തൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞത്. എഫിക്ക് വരുന്നത് സൂപ്പർ അമലോഡ് 120 Hz ആണ് നമുക്ക് വരുന്നത്. അപ്പുറത്ത് വരുന്നത് ഡൈനാമിക് അമലോഡ് 2H ഒക്കെ ഉണ്ടോ. അത് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. 128/6 128/8 256/6 അതുപോലെ തന്നെ 256/8 ആണ് വേരിയന്റ് വരുന്നത്. അതുപോലെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 128 12 256 12 512 16 GB റാം ഒക്കെ വരുന്നു. 16 GB റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അത്യാവശ്യം അടിപൊളിയായി തോന്നി. നമുക്ക് ഏകദേശം 8 അല്ലെങ്കിൽ 12 GB റാമൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെ ഈ കാര്യം. 16 GB റാമൊക്കെ ആകുമ്പോൾ ലാഗും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അത്യാവശ്യം അടിപൊളി തന്നെ ഈ കാര്യം. നമുക്ക് ഒരു ലാഗും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യൂല. അതുപോലെ 8 GB റാം 256 കുഴപ്പമൊന്നുമില്ല. ക്യാമറൻ്റെ ഭാഗത്ത് അൾട്രയ്ക്ക് നമുക്ക് 8K 24 FPS ഒക്കെ കിട്ടുന്നുണ്ട്. അത് അടിപൊളിയായിട്ടോ. പിന്നെ 4K 30 ആൻഡ് 60 FPS വരെ കിട്ടും. പിന്നെ നമുക്ക് എഫിക്ക് നോക്കുകയാണെങ്കിൽ 4K 30 FPS ആൻഡ് 60 FPS വരെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് എഫിക്ക് ഒരു പ്രത്യേകത തന്നെ, നമുക്ക് ഫുൾ HDക്ക് 30 FPS മാത്രമല്ല 60 FPS വരെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം അടിപൊളി തോന്നിട്ടോ. അത് കുറച്ച് നാക്കുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലാണ് കേട്ടോ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നെ ബാറ്ററിൻ്റെ MH കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എഫിക്ക് 4500 MH പിന്നെ അൾട്രയ്ക്ക് നമുക്ക് 5000 MH വരുന്നുണ്ട്. അത് ബാറ്ററിക്ക് കുറച്ച് പവറൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അൾട്രക്ക്. അതുപോലെ നമുക്ക് എഫിക്ക് നമുക്ക് ഫ്ലാഷ് ചാർജിങ്ങിന് വരുന്നത് 25 ആണ്. പിന്നെ നമുക്ക് അൾട്രക്ക് വരുന്നത് 45 വാട്ട് കേട്ടോ വരുന്നത് ഉണ്ട്. കടിതരാം. ഇവിടെ 45 ഇവിടെ 25 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സർ നമ്മൾ കണ്ടില്ലല്ലോ. നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ ഇത് Exynos ആട്ടോ വരുന്നത്. Exynos 990 വരുന്നത്. എന്നാൽ ഈ എഫിൻ്റെ കാര്യത്തിൽ കണ്ടോ, എഫിൻ്റെ ഇവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 865 5G സൗണ്ട്. അത് കുറച്ച് അടിപൊളിയായി തോന്നിട്ടോ. കാരണം നമുക്ക് സ്നാപ്ഡ്രാഗൺ ഇവിടെ കിട്ടൂല. ഇത് USA നോക്കട്ടെ, USA ഇവിടെ അങ്ങനെ ഏതോ അമേരിക്ക രാജ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാപ്ഡ്രാഗൺ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ആയാലും S20Fക്ക് നമുക്ക് സ്നാപ്ഡ്രാഗൺ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം അടിപൊളി കിട്ടും. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായി തോന്നി. പിന്നെ 1.2.84 GHz നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളി തന്നെയാണ്. അപ്പോൾ എഫിൻ്റെ കാര്യത്തിൽ പ്രൊസസ്സറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിന് റാം വരുന്നതാണ് അത്യാവശ്യം നമുക്ക് ചൊറായി തോന്നിയത്. 8 GB റാമേറ്റേ ഉള്ളൂ തോന്നുന്നു. കണ്ടോ, 8 GB 256 കുഴപ്പമൊന്നുമില്ല. അടിപൊളി തന്നെയാണ്. 8 256 തന്നെയാണ്. പക്ഷേ എന്നോടത്ത് നമുക്ക് S20 അൾട്രക്ക് വരുന്നത് S20 അൾട്രക്ക് വരുന്നത് ഇതാ 512 പിന്നെ 16 GB റാമാണ് വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ട് അത് ആ ഒരു ഫീച്ചേഴ്സ് അത്യാവശ്യം അടിപൊളിയായി നമുക്ക് തോന്നി. പിന്നെ നമുക്ക് വേറെ ഇപ്പോൾ കാര്യമായിട്ടുള്ളത് ക്യാമറൻ്റെ കാര്യമൊക്കെ കണ്ടു. പിന്നെ ഡിസ്പ്ലേ ഒക്കെ കുഴപ്പമില്ല. ഡൈനാമിക് അമലോഡ് ഡിസ്പ്ലേ കേട്ടോ 2H. പിന്നെ 120 Hz ആണ് ഇതിൻ്റെത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് ഉള്ളത്. പിന്നെ HDR 10+ അത് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം അടിപൊളി തന്നെ കേട്ടോ. നമ്മളെ ഇതിൻ്റെ ഏതാണ് S20 അൾട്രൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും ഒരേ ഇതാട്ടോ. 2020 ഫെബ്രുവരി 11 ഇത് 2020 സെപ്റ്റംബർ 23 വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. വലിയ ഇതൊന്നുമില്ല.
ചെറിയൊരു എന്തൊക്കെ ഉള്ളൂ. പിന്നെ വൈഡ് ഉള്ളത് ഇതിൻ്റെ ഗ്രാമുള്ളത് ഇതാ 222 ഗ്രാം ഉണ്ട്. ഇവിടെ 190 ഉള്ളൂ. വെയിറ്റ് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി തോടുള്ളൂ. കൈക്ക് പിടിക്കാനൊക്കെ ഒരു അത്യാവശ്യം അടിപൊളി കയറാം. അപ്പോൾ ഞാൻ 222 ഗ്രാമാണ് നമ്മൾ S20 അൾട്രക്ക് ഉള്ളത്. പിന്നെ S20 എഫിക്ക് ഉള്ളത് 190 ഗ്രാമാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേറെ കാര്യമായിട്ടുള്ളത് സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി 2 വൈഫൈൻ്റെ ദൂരമൊക്കെ 802.11. അതൊക്കെ 2 സെയിം തന്നെയാണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ ഒക്കെ ആയാലും ഒക്കെ സെയിം തന്നെയാണ്. USB ടൈപ്പ് സി ആണ്. OTG സപ്പോർട്ടിങ് ആണ്. OTG നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു മൈക്കമ്മൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് OTG വേണം. ഈ സ്റ്റുഡിയോ മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് OTG കണക്റ്റ് വേണം. എന്നാലേ നമുക്ക് അത് വർക്കിംഗ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ളൊക്കെ കാര്യങ്ങളാണ് ഈ OTG എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പോട്ടെ. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഡിസ്പ്ലേയാണ് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും നമുക്കറിയില്ല. പിന്നെ ബാറ്ററീസ് കുഴപ്പമൊന്നുമില്ല. S20 FE നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എടുക്കണമെങ്കിൽ S20 FEക്ക് സ്നാപ്ഡ്രാഗനൊക്കെ ചിപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുക നല്ലത്. പിന്നെ ഇതിന് കുറേ CPU-ൻ്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെ എടുത്തിട്ട് അത്ര ഉള്ളൂ ടച്ച് പറയാനുള്ളത് കാര്യങ്ങൾ. നമ്മളെ വീഡിയോ അത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ച് എന്നാലും നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.